ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ എൻ്റെ മെഹന്തി അതുപോലെ തന്നെ എൻ്റെ ഹൽദി വീഡിയോസ്, ആ ദിവസത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കമ്പൈൻ ചെയ്തൊരു വ്ളോഗ് പോലെ ഇടുകയാണ്. അല്ലാതൊരു ഫുൾ സ്ട്രെച്ചിലുള്ള ഒരു വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. നല്ല തിരക്കായിരുന്നു. കുറച്ചധികം തിരക്കായി തന്നെ ഉള്ളൊരു ഇവൻ്റാണല്ലോ കല്യാണം. അപ്പം അങ്ങനെ എനിക്ക് വീഡിയോ എടുത്ത് തരാനും അങ്ങനെ ആരും ഇല്ലായിരുന്നു. എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ കസിൻസിനെ കൊണ്ട് ഞാൻ എടുത്ത ചെറിയ ചെറിയ ക്ലിപ്സ് വെച്ചിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. April 21 കല്യാണം. ഇപ്പോൾ ഈ മെഹന്തി ഇടുന്നത് April 19 സാറ്റർഡേയിലാണ്. അപ്പം മെഹന്തി ഇടുന്നത് നമ്മുടെ പത്തനംതിട്ട ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹെന്ന മെഹന്തി ആർട്ടിസ്റ്റാണ്. കുട്ടിയുടെ പേര് റുക്സാന എന്നാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ മതി. ഹെന്ന ബൈ റുക്സാന എന്നുള്ള പേജാണ്. അപ്പം ഒരു ബഡ്ഡിങ് ആയിട്ടുള്ള ഒരു മെഹന്തി ആർട്ടിസ്റ്റാണ്. വളരെ നല്ല ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ മെഹന്തി ഇടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പത്തനംതിട്ട, കോട്ടയം, ചങ്ങനാശ്ശേരി ആ ഏരിയയിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ മെഹന്തി ഇടാനായിട്ട് നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രൈഡൽ മെഹന്തി ആർട്ടിസ്റ്റാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് പരിചയം എന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു റുക്സാന. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് എനിക്ക് റുക്സാനേനെ പരിചയമായത്. അപ്പം എല്ലാം വളരെ കംഫർട്ടബിളായിട്ട് സമയമെടുത്ത് ഇപ്പം അത്രയും പെർഫെക്ഷനോടുകൂടി തന്നെയാണ് കുട്ടി ചെയ്തു തന്നത്. ഒരു ബിഗിനർ എന്നുള്ള ഒരു രീതിയൊന്നും ആയിരുന്നില്ല. ആൾ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ, എങ്കിലും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് അടുത്ത ദിവസമാണ് April 20. അന്നായിരുന്നു ഹൽദി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെൻ്റെ കസിൻസൊക്കെ എടുത്തു തരുന്ന വീഡിയോ ആണ്. അപ്പം എനിക്ക് പിന്നെ ഫുൾ ടൈം മോണിറ്റർ ചെയ്ത് ഇങ്ങനെയെല്ലാം എടുക്കണം എന്നൊന്നും പറയാനും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഈ ഹൽദി കഴിഞ്ഞിട്ട് വൈകിട്ട് ദക്ഷിണ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഹൽദിക്ക് വേണ്ടിയിട്ട് റെഡി ആവണം. അങ്ങനെ വലിയ ചടങ്ങോ വലിയ ഫങ്ഷനോ ഒന്നും ആയിരുന്നില്ല. എല്ലാം നമ്മളുടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു കുഞ്ഞ് ഫങ്ഷൻ. അതും പെട്ടെന്ന് ഡിസൈഡ് ചെയ്താണ് ഹൽദി വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവളിങ്ങനെ മുല്ലപ്പൊക്കെ വെച്ചിട്ടൊക്കെ തരുവാണ്. അപ്പം ശരിക്കും നമ്മുടെ കല്യാണം നമ്മളൊട്ടും തന്നെ, അതായത് പെട്ടെന്നൊരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നില്ല ആ ഒരു ഫീലിംഗ് എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. ഇപ്പോൾ ഹൽദി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി April 20 ആയിരുന്നു. വൈകിട്ടൊരു 3:30-4 മണിയോടടുപ്പിച്ച് ഹൽദി നടന്നു. അപ്പം എൻ്റെ ഈ കോലൊന്നും കണ്ടിട്ട് ആരും പേടിക്കേണ്ട. കാരണം ഒരു ബ്രൈഡ് എന്നും പറഞ്ഞ് വെറുതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. കുറേ കാര്യങ്ങൾക്ക് ഞാൻ ശരിക്കും ആ തലേ ദിവസം മെഹന്തി ഇടാൻ വന്നതിൻ്റെ അന്ന് ആണ് ഞാൻ ശരിക്കും വീട്ടിലിരിക്കുന്നത്. 18 വരെ കല്യാണത്തിൻ്റെ ഓട്ടത്തിലായിരുന്നു. അങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ച ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റിയെന്ന് പറയുന്നത് മെഹന്തി ഇട്ട ദിവസം മാത്രമാണ്. അതിൻ്റെ പിറ്റേന്ന് ഹൽദി, അതിൻ്റെ പിറ്റേന്ന് കല്യാണം, അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പീസ്ഫുള്ളായിട്ടെല്ലാം നോക്കി കാണുക എന്നുള്ളതിനപ്പുറം കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണമൊക്കെ നല്ലതായിട്ട് നടത്തണം, അല്ലെങ്കിൽ എല്ലാം നല്ലതായിട്ട് വരണം. കുറേ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പം അങ്ങനെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തലേന്നും കൂടെ നമുക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഹയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലാഞ്ഞതുകൊണ്ട് താനെ റെഡി ആവുമായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഹൽദിയും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പം കസിൻസ് കുറച്ചൊക്കെ വീഡിയോസ് എടുത്തതിൽ നിന്ന് എൻ്റെ ഫോണിൽ ആരുടെയോ കയ്യിലായിരുന്നു എൻ്റെ ഫോൺ. അവരാരാണ്ട് എടുത്ത 1-2 ക്ലിപ്സാണിത്. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ കരുതി എന്തായാലും അവർ കഷ്ടപ്പെട്ട് എടുത്തതല്ലേ, നമുക്ക് പോസ്റ്റ് ചെയ്തേക്കാം. മെഹന്തി ഇടുന്ന സമയത്തുള്ളത് ഞാൻ പറഞ്ഞിട്ട് തന്നെ ചെയ്തത്. പക്ഷെ പിന്നെ എനിക്ക് ഇതൊന്നും മോണിറ്റർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു.